ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് ബീഹാറിൽ തുടരുകയാണ്. രണ്ടാം ദിവസത്തെ പര്യടനം ഗയയിൽ പൊതുസമ്മേളന പരിപാടികളോടെയാണ് അവസാനിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ബീഹാറിലും ആവർത്തിച്ചു. അപ്പോൾ വിനീത VG ബീഹാറിലെ ഔറംഗാബാദിൽ നിന്ന് ചേരുന്നു. അപ്പോൾ ബുദ്ധൻ വെളിച്ചം പകർന്ന സ്ഥലത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ തുടങ്ങുന്നു. അപ്പോൾ ഒരു പുതിയ വെളിച്ചമായി മാറട്ടെ വിനീത. ഗുഡ് മോർണിംഗ്. വിജി അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരും. രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ഇന്നും തുടരും. ഒരുപക്ഷേ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ കുറച്ച് സമയമെടുത്ത് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല എന്നുള്ളതാണ് പൊതുവെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ പറയാൻ താമസിച്ചു പോയി എന്നുള്ള ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. വിനീത VG തത്സമയം ചേരുകയാണ് ഔറംഗാബാദിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇപ്പോൾ ഔറംഗാബാദിലാണുള്ളത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് രണ്ടാം ദിന യാത്ര ഔറംഗാബാദിൽ നിന്ന് ആരംഭിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി ഈ യാത്ര ആരംഭിക്കുകയും ഒപ്പം തന്നെ വൈകിട്ട് 7 മണിയോടുകൂടി ഗയയിലെ പൊതുസമ്മേളന പരിപാടിയോടുകൂടിയാണ് ഈ രണ്ടാം ദിനത്തിലെ യാത്ര അവസാനിക്കുക. ഇന്നലെ വിവിധ മണ്ഡലങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സസ്രാമിൽ നിന്നാണ് ആ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് വൈകിട്ട് 4 മണിയോടുകൂടി വിവിധ മേഖലകൾ സഞ്ചരിക്കുകയും ഒപ്പം ഈ ഔറംഗാബാദിലെ പൊതുപരിപാടിയോടുകൂടി ഇന്ന് രണ്ടാം ദിനം വീണ്ടും ഈ ഔറംഗാബാദിൽ നിന്ന് തന്നെയായിരിക്കും റാലി ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് വൈകിട്ട് ഗയയിലെ പൊതുപരിപാടിയോട് കൂടിയായിരിക്കും റാലി അവസാനിക്കുക. ഇതിനിടയിൽ വിവിധ മണ്ഡലങ്ങളിലൂടെ ആയിരിക്കും യാത്ര കടന്നു പോകുന്നത്. അവിടെ ഈ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം SIR വോട്ടർ പട്ടിക പരിഷ്കരണം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഏതാണ്ട് 65 ലക്ഷം ആളുകൾക്ക് അവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നുള്ളതാണ് കണക്കുകൾ. ഈ ആളുകളുമായി രാഹുൽ ഗാന്ധി സംവദിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഇന്നലെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ റാലികൾ വിവിധ മേഖലകളിലേക്ക് എത്തിയപ്പോൾ ഈ ആളുകൾ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാർലമെന്റിലൊക്കെ ആരംഭിച്ച ആ പ്രതിഷേധം അത് നമുക്ക് ബീഹാറിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ആ പ്രതിഷേധം സംസ്ഥാന തലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. ബീഹാറിൽ നിന്നാണ് അതിന് തുടക്കം കുറിക്കുന്നത്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. ഈ 16 ദിവസം കൊണ്ട് 1300 കിലോമീറ്ററുകൾ സഞ്ചരിക്കും. ഒപ്പം തന്നെ ഈ 24 ജില്ലകളിലൂടെ ഏതാണ്ട് 60-ലധികം നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ആയിരിക്കും റാലി കടന്നു പോകുന്നത്. ഇന്നലെ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ റാലിയുടെ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുകയും തേജസ്വി യാദവ് ഇതിലെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റാലിയിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ പാടെ തള്ളിക്കളയുകയാണെങ്കിലും ആ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസ്ഥാന തലങ്ങളിലേക്ക് കൂടി കോൺഗ്രസ് പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ്. SK. ഓക്കെ, വിനീത VG ആണ് ഔറംഗാബാദിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.